കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റൂൾസ് ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. CSR rules specify that expenditure that benefit the company directly or its employees will not be considered as CSR activities. Second statement വരുമ്പോൾ CSR rules do not specify minimum spending on CSR activities. ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു കോർപ്പറേറ്റിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ അത് പബ്ലിക്കിനോടോ അല്ലെങ്കിൽ സൊസൈറ്റിനോടോ അവർക്ക് ഒരു ഒബ്ലിഗേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാൻഡേറ്ററി പ്രൊവിഷനാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് CSR റൂൾ സ്പെസിഫൈ ദാറ്റ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ബെനിഫിറ്റ്സ് ദ കമ്പനി ഡയറക്ട്ലി or its employees will not be considered as CSR activities. അത് പ്യുവർലി ലോജിക്കലാണ്. അത് സ്പെസിഫിക്കലി കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് ലോജിക്കലി എത്താവുന്നതാണ്. കമ്പനീസിനെ ഡയറക്റ്റ്ലി ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ അത് CSR ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കലാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് റൈറ്റ് ആയിട്ട് എടുക്കാം. ആ ഡയറക്റ്റ് പ്രൊവിഷനാണ്. CSR റൂൾസ് ഡു നോട്ട് സ്പെസിഫൈ മിനിമം സ്പെൻഡിങ് ഓൺ CSR ആക്ടിവിറ്റീസ്. ഡു നോട്ട് സ്പെസിഫൈ. അത് ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2% നെറ്റ് പ്രോഫിറ്റിൻ്റെ ലാസ്റ്റ് 3 ഇയറിൽ 2%, മിനിമം 2% അല്ലെങ്കിൽ അതിൽ കൂടുതലോ CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റ്സ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ബാക്കി 2 ക്രൈറ്റീരിയസ് പറയുന്നതാണ്. നെറ്റ് വർത്ത് 500 crore നെറ്റ് വർത്ത്, അല്ലെങ്കിൽ 1000 crore ആനുവൽ ടേൺ ഓവറോ, അല്ലെങ്കിൽ 5 crore ആനുവൽ പ്രോഫിറ്റോ ജനറേറ്റ് ചെയ്യുന്ന ഏതൊരു കമ്പനിയും, ഇതിൽ ഏതൊരു 3 ക്രൈറ്റീരിയയിൽ ഏത് ക്രൈറ്റീരിയ വന്നു കഴിഞ്ഞാലും അവർ അവരുടെ ആനുവൽ പ്രോഫിറ്റിൻ്റെ 2%, ലാസ്റ്റ് 3 ഇയറിൻ്റെ 2% CSR ഫണ്ടിലേക്ക് വേണ്ടിയിട്ട്, CSR ആക്ടിവിറ്റീസിലേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. 2013 വന്ന ആക്ട് ആണെങ്കിൽ സ്റ്റിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പല രീതിക്കും CSR UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആയിട്ട് വരുന്നുണ്ട്.